പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യ മലനിരകളുടെ ചുവട്ടിൽ ശാന്തമായി വിഹരിക്കുന്ന ബോണക്കാട്. ബ്രിട്ടീഷ് നിർമ്മിത ഗ്രാമമായ ഇവിടം നിത്യഹരിത വനങ്ങളാലും വെള്ളച്ചാട്ടങ്ങളാലും സമ്പന്നമാണ്. ഈ സുന്ദരമായ ഭൂപ്രകൃതിക്കും പറയാനുണ്ട് നിഗൂഢ കഥകൾ. ബോണക്കാട് ബംഗ്ലാവും ബംഗ്ലാവിലെ 12 വയസ്സുകാരിയുടെ പ്രേതകഥയും. ബോണക്കാട് ബംഗ്ലാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ചിന്തകളെ കീഴടക്കുന്നത് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന പ്രേതകഥകളാണ്. എന്നാൽ നൂറ്റാണ്ടുകളുടെ ബ്രിട്ടീഷ് ചരിത്രം പറയാനുണ്ട് ഈ ബംഗ്ലാവിന്. 1850കളിലാണ് ബ്രിട്ടീഷുകാർ ബോണക്കാട് എസ്റ്റേറ്റ് നിർമ്മിക്കുന്നത്. ആകെ മൊത്തം 1400 ഏക്കറോളം വരുന്ന എസ്റ്റേറ്റിന്റെ ഭൂരിഭാഗവും തേയിലത്തോട്ടങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയിട്ടും തേയിലത്തോട്ടങ്ങളുടെ മേൽനോട്ടം ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. 1950നും 1960നും ഇടയിലാണ് എസ്റ്റേറ്റിൽ ബംഗ്ലാവ് പണിയുന്നത്. എസ്റ്റേറ്റ് മാനേജർക്ക് വേണ്ടിയായിരുന്നു ബംഗ്ലാവ് നിർമ്മിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട തൊഴിലാളി സമരം കാരണം തേയിലത്തോട്ടവും ഫാക്ടറിയും നിശ്ചലമായി. അങ്ങനെ അവശേഷിച്ച ബ്രിട്ടീഷുകാരും ബോണക്കാടിനോട് യാത്ര പറഞ്ഞ് സ്വന്തം രാജ്യത്തേക്ക് തിരികെ മടങ്ങി. പക്ഷേ അപ്പോഴും അവശേഷിച്ചത് സായിപ്പിന്റെ 13 വയസ്സുകാരിയായ മകളുടെ പ്രേതകഥകളായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഏതൊരു സ്ഥലത്തെയും നിഗൂഢതകൾ ആവരണം ചെയ്യുന്നത് പോലെ ബോണക്കാട് ബംഗ്ലാവിനെയും ചുറ്റിപ്പറ്റി നിരവധി കഥകൾ പ്രചരിക്കുവാൻ തുടങ്ങി. കാട് മൂടിയ ബംഗ്ലാവ് പ്രേതകഥകളുടെ പറുദീസയായി മാറുകയായിരുന്നു. 1950കളിൽ ഒരു ബ്രിട്ടീഷ് മാനേജർ തൻ്റെ കുടുംബത്തോടൊപ്പം ഈ ബംഗ്ലാവിൽ താമസം തുടങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായി സായിപ്പിന്റെ 13 വയസ്സുള്ള മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. തുടർന്ന് കുടുംബം ബ്രിട്ടനിലേക്ക് മടങ്ങി. പക്ഷേ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇന്നും ബംഗ്ലാവിൽ അലഞ്ഞു തിരിയുന്നുവെന്നാണ് പറയപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ നിലവിളിയും കരച്ചിലും കേട്ടവർ നിരവധി. പലരും രാത്രികാലങ്ങളിൽ ബംഗ്ലാവിന്റെ പരിസരത്തായി ഒരു പെൺകുട്ടിയെ കണ്ടതായും പറയപ്പെടുന്നു. എന്നാൽ ബോണക്കാട് ബംഗ്ലാവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പ്രേതകഥകൾ യാഥാർത്ഥ്യത്തിന്റെ ഒരു അംശം പോലും കലർന്നിട്ടില്ല എന്നതാണ് സത്യം. ആരുടെയൊക്കെയോ കലാസൃഷ്ടികൾ മാത്രമാണ് ഈ കഥകൾ. ഒരുപക്ഷെ ബംഗ്ലാവിലെത്തുന്നവർ ഏറെ പേടിക്കേണ്ടത് ഇവിടുത്തെ പ്രേതകഥകളെയല്ല, മറിച്ച് ബംഗ്ലാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെയാണ്.